വെൽക്കം ടു തേജസ് വേൾഡ്. പെട്ടെന്ന് പാചകം ചെയ്യാവുന്ന ഒരു രുചിക്കൂട്ടാണ് പാവയ്ക്ക മെഴുക്കുവരട്ടി. പോകാം നമുക്ക്. പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് കാണുന്നത്. പാവയ്ക്ക വളരെ ചെറുതാക്കി കഷ്ടിച്ചിട്ടുള്ളത് ഒരു ബൗള്, അതോടൊപ്പം സവോള നല്ലപോലെ ചെറുതാക്കി കഷ്ടിച്ചിട്ടുള്ളത് കാണുന്ന അത്രയും ക്വാണ്ടിറ്റി, തേങ്ങയും ഈ കാണുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ ചെരുകി വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാൽ മുളക് ചതച്ചത്, കരിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഇനി പാചകത്തിലേക്ക് പോകാം. ഉരുളി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ചതച്ചത് ഇടുക. മൂത്ത് വരുമ്പോൾ മുളക് പൊടി ഇടുക. അടുത്തതായി മഞ്ഞൾപ്പൊടി ഇടുക. ശേഷം പാവയ്ക്ക നുറുക്കിയത് ഇടുക. കൂടെ തേങ്ങ ചെരിയതും ഇടുക. പിന്നീട് സവോള ചെറുതാക്കി അരിഞ്ഞതും ഇടുക. പാകത്തിന് ഉപ്പിടുക. തീ വളരെ കുറച്ച് വെച്ചുകൊണ്ട് വേവാൻ അനുവദിക്കുക. ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കണം. ഇത് മൂടി വയ്ക്കാറില്ല. മൂടി വെച്ചാൽ മൂടിയിൽ നിന്നും വീഴുന്ന വെള്ളം കൊണ്ട് അതിൻ്റെ ഒലർച്ചയ്ക്ക് ഗുണം ചെയ്യില്ല. ഒന്ന് ചെറുതായി കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി മറിച്ച് പഴയ പാതിരി വയ്ക്കുക. അല്പം പോലും വെള്ളമൊഴിക്കാതെ ഇൻഗ്രീഡിയൻസിൽ നിന്നുണ്ടാകുന്ന ജലാംശത്തിൽ മാത്രം വെന്തിട്ടുള്ളതാണ് നമ്മളുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി. കഴിക്കുമ്പോൾ സ്വാദോടുകൂടി കഴിക്കുക. നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.